കഴിഞ്ഞ 10-15 ദിവസമായി അല്ലെങ്കിൽ രണ്ടാഴ്ചയിലേറെയായി SFIയെ നന്നാക്കിയെടുക്കാൻ പാടുപെടുകയാണ് പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ സംഘടനാ നേതാക്കളും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളും. വലിയ തോതിൽ SFIയെ നന്നാക്കിയെടുത്തേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് ഇവർ രംഗത്തിറങ്ങിയത്. SFI ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു കോളേജിലേക്ക് എത്തിയാൽ അത് അക്രമവും, KSUക്കാർ സംഘം ചേർന്ന ഒരു കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് എത്തിയാൽ അത് ജനാധിപത്യ സംരക്ഷണവുമാകുന്ന ഇരട്ടത്താപ്പ് നയമായിരുന്നു നമ്മൾ കണ്ടുവന്നിരുന്നത്. നോക്കൂ, ഇപ്പോൾ കണ്ണൂരിൽ നിന്നും വരുന്ന വളരെ പ്രതീക്ഷയുള്ള വാർത്തകളാണ് ഇപ്പോൾ SFIയുടെ കാര്യത്തിൽ നന്നാക്കി വല്ലാത്ത അവസ്ഥയിലാക്കിയ കാര്യങ്ങളെ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. കണ്ണൂർ സർവകലാശാലയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയവുമായി 25ാം തവണയാണ് SFI വിജയിക്കുന്നത്. ആ പോയിൻ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കൂ. 25ാമത്തെ പ്രാവശ്യമാണ് SFI കണ്ണൂർ സർവകലാശാലയിൽ വിജയിക്കുന്നത്. KSU MSF സംഘത്തെ നോമിനിയെ തകർത്തുകൊണ്ടാണ് ഈ മിന്നുന്ന വിജയം നേടിയത്. മത്സരിച്ച ജനറൽ സീറ്റുകളിലേക്കെല്ലാം ഇരട്ടിയിലധികം വോട്ടുകൾ നേടിയാണ്, വലിയ തോതിലുള്ള വോട്ടുകൾ നേടിയാണ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ പോലും പലയിടത്തും തിരഞ്ഞെടുക്കപ്പെട്ടത്. കാരണം വെച്ചാൽ അത്രത്തോളം ശക്തമായ പോരാട്ടം നടക്കേണ്ട ഒരു പ്രദേശത്ത് SFI തോന്നിവാസങ്ങൾ മാത്രം നടത്തി, അക്രമം മാത്രം നടത്തി എന്ന് പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇത് വിദ്യാർത്ഥികൾ നൽകിയ വിജയമാണ്. ജനാധിപത്യത്തിൻ്റെ മുഖംമൂടിയിന്മേൽ ആരെങ്കിലും കരിനിഴൽ പൂശാൻ ശ്രമിച്ചുവെങ്കിൽ, മുഖംമൂടി അണിഞ്ഞ് കരിമുഴൻ അതിൻ്റെ മുകളിലേക്ക് കരിയോയിൽ ഒഴിക്കാൻ ശ്രമിച്ചുവെങ്കിൽ അവർക്കേറ്റ കനത്ത പ്രഹരമാണ് നമ്മൾ കണ്ട കണ്ണൂരിലെ മിന്നുന്ന വിജയം. അതും 25ാം തവണയും വിജയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇത്രത്തോളം അക്രമമാണോ നടന്നു വന്നിരുന്നത്? എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്? ഇത്രയും മോശക്കാരായവരെ എങ്ങനെയാണ് വിദ്യാർത്ഥികളടക്കം ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അതല്ലാതെ ഒറ്റയടിക്ക് നന്നാക്കിയെടുത്ത് വല്ലാത്ത രീതിയിലേക്ക് ഇവരുടെ നന്നാക്കൽ എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിയിലേക്ക് മാറണമെന്നാണോ ഇവർ നന്നാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചെയർപേഴ്സണായി മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ K ആര്യയും ജനറൽ സെക്രട്ടറിയായി ഉദുമ ഗവൺമെൻറ് കോളേജിലെ PN പ്രവീഷയും തിരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സീറ്റുകളിൽ SFI സ്ഥാനാർത്ഥികൾക്ക് 79 മുതൽ 81 വരെ വോട്ടുകൾ ലഭിച്ചു. കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് 57 വോട്ടും കാസർഗോഡ് എക്സിക്യൂട്ടീവിലേക്ക് 21 വോട്ടും നേടിയാണ് ഇവർ വിജയിച്ചത്. ഇതാണ് മിന്നുന്ന വിജയം എന്ന് പറയുന്നത്. എതിർ സ്ഥാനാർത്ഥി എത്രത്തോളം ദയനീയമായി പരാജയപ്പെട്ടു, അല്ലെങ്കിൽ എതിർ ചേരി എത്രത്തോളം ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും. ഇതാണ് SFIയെ കൂടുതൽ നന്നാക്കുമ്പോൾ സംഭവിക്കുന്നത്. SFI നന്നാകാനാണെങ്കിൽ സ്വയം അവർ നന്നായിക്കൊള്ളും. കാരണം പ്രതികരിക്കേണ്ട മേഖലകളിലാണ് അവർ പ്രതികരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വിസ്മരിച്ചുകൂടാ. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI നേടിയ ഉജ്ജ്വല വിജയം വലതു മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തിൻ്റെയും നുണപ്രചാരണങ്ങൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. അതായത് KSUയെയും MSFനെയും എല്ലാം മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർക്കേറ്റ ഇത്തരത്തിൽ ഏകപക്ഷീയമായി നടത്തിയ ഇത്തരം നീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ നമ്മൾ കണ്ടത്. SFIയെ വളഞ്ഞിട്ടുള്ള കടന്നാക്രമണങ്ങൾക്കിടെയാണ് കണ്ണൂർ സർവകലാശാലയിലെ മുന്നേറ്റം. മുഴുവൻ സീറ്റിലും SFI വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതോടെ വിദ്യാർത്ഥികൾ അകറ്റി നിർത്തിയത് KSU MSF സഖ്യത്തെയുമാണ്. ചെയർമാൻ, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 5 മേജർ സീറ്റുകളിൽ 4 വിദ്യാർത്ഥിനികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ശ്രദ്ധേയം. മേജർ സീറ്റുകളിൽ എതിർ സ്ഥാനാർത്ഥികളെക്കാൾ ഇരട്ടിയിൽ കൂടുതൽ വോട്ടുകൾ നേടി. SFIയുടെ ഏറ്റവും വലിയ അക്രമകാരികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥിനികളാണോ പെൺകുട്ടികളാണോ എന്ന് നിങ്ങൾ പറയണം. KSUക്കാരെ, അല്ലെ MSFകാരെ, അല്ലെങ്കിൽ VD സതീശ, അല്ലെങ്കിൽ നിയമസഭയെ കൊട്ടിമറിച്ചുകൊണ്ട് നിങ്ങൾ അംഗം നടത്തിയ കാര്യവട്ടം ക്യാമ്പസിൻ്റെയും മറ്റേ ക്യാമ്പസുകളുടെയും എല്ലാം പേരിൽ നിങ്ങൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചവരല്ലേ? ഇപ്പോൾ നിലവിൽ പ്രിൻസിപ്പാളിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്ന അവസ്ഥയിലാണ്. മർദ്ദിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് കർണപുടം തകർന്നത്? നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാകൂ. ഇല്ലാത്ത നുണക്കഥകൾ കെട്ടിപ്പൊക്കിയവർ പറയണം. ഏകപക്ഷീയമായി കണ്ട ചില വീഡിയോ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ഈ പ്രതികരണം ഉണ്ടാക്കിയത്. മുൻപും പിൻപും നടന്ന കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കാതെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചതിലൂടെ നിങ്ങൾക്ക് കിട്ടിയ നേട്ടം എന്താണെന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിഭാഗത്തിലും SFI വൻ വിജയം നേടിയിരുന്നു. കണ്ണൂർ ജില്ലയിലെ 10ൽ 9 നേടി. ഒരിടത്ത് മാത്രം വലസഖ്യം ജയിച്ചത്. ഒന്നാം പേജ് വാർത്തയാക്കിയ മലയാള മനോരമ അടുത്തത് കണ്ണൂർ സർവകലാശാല യൂണിയൻ ആയിരിക്കുമെന്നും പ്രവചിച്ചിരുന്നു. നോക്കൂ, ഇതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഒരു സ്ഥലത്ത് മാത്രം വിജയിച്ചതിന് മനോരമയടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിലുള്ള പ്രചാരണമാണ് അന്ന് നൽകിയത്. പക്ഷേ അത് തകർന്നടിഞ്ഞ പരാജയപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്.
കൊയിലാണ്ടിയിലെ സ്വാശ്രയ കോളേജിൽ പ്രിൻസിപ്പൽ സംഘർഷമുണ്ടാക്കിയതിനും കാര്യവട്ടം ക്യാമ്പസിൽ KSUക്കാർ കലാപത്തിന് ശ്രമിച്ചതിനും SFIയെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾക്കും വലതുപക്ഷ അംഗങ്ങൾക്കും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനും കിട്ടിയ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇത്തരത്തിലുള്ള മിന്നുന്ന വിജയം. ഈ ക്രിട്ടിക്കൽ ടൈമിലെ ഈ വിജയം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. മട്ടന്നൂർ പഴശ്ശിരാജ കോളേജിലും മറ്റും KSUക്കാർ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള വാർത്തകൾ ഇവർ വളരെ ഭംഗിയായിട്ട് ഒതുക്കുകയാണ് ചെയ്തത്. ഈ പഴശ്ശിരാജ കോളേജിലെ ആക്രമണമൊന്നും ആരും അറിഞ്ഞിട്ടേ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വലത് മാധ്യമങ്ങളൊന്നും ഈ പറയുന്ന അക്രമങ്ങളെ ശരിക്കും ന്യായീകരിച്ചുകൊണ്ട് അവർ അതിന് മുക്കിക്കൊണ്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. SFIയെ നന്നാക്കാനെന്ന പേരിൽ മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്ന വിമർശനത്തെയും മാധ്യമങ്ങൾ ആഘോഷിച്ചു. എന്നാൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ നെഞ്ചേറ്റുന്നത് പൊരുതുന്ന സംഘടനയാണെന്നും നുണപ്രചാരണങ്ങളെ തള്ളിക്കളയണമെന്നും ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, എത്ര അർത്ഥവത്തായ നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. അതായത് പ്രതികാരം എന്ന് പറയാൻ പറ്റില്ല, ഇതിനൊരു മധുര പ്രതികാരം എന്നേ പറയാൻ കഴിയൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മിന്നുന്ന വിജയം നേടിയത് ആ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളാണ്. അവർ നൽകിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വിജയിച്ചിരിക്കുന്നത്. SFIക്കാർ മാത്രമാണോ അപ്പോൾ SFI വോട്ട് ചെയ്തിരിക്കുക? ഒരിക്കലുമല്ലല്ലോ. കാരണം അവിടെ മറ്റുള്ളവരും വോട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ വലിയ തോതിലുള്ള ഒരു വിജയം ഉണ്ടായിരിക്കുന്നത്. ഈ വിജയം ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത് വലത് മാധ്യമങ്ങളും മറ്റുള്ളവരും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാകും. നിങ്ങൾ വാർത്തകൾ നൽകില്ല എന്നറിയാമെന്ന് തന്നെയാണ് ഇടതുപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ പറയുന്നത്. നിങ്ങൾ വാർത്ത നൽകിയാലും ഇല്ലെങ്കിലും ഇത്തരം തമസ്കരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് കത്തുന്ന പോരാട്ടമായി അല്ലെങ്കിൽ കത്തുന്ന തീജ്വാലയായി SFI മുന്നോട്ട് തന്നെ പോകും. ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് തന്നെ പോകും. ഇടത് ചിന്താഗതികൾ മുന്നോട്ട് തന്നെ പോകും. ഇതിനെ തകർത്ത് കളയാമെന്നുള്ളത് നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാണ്, അല്ലെങ്കിൽ മലർക്കൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്.